എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. 6 ടറോട്ട് കാർഡുകൾ നിങ്ങൾക്കായി നൽകിയിരിക്കുന്നു. നിങ്ങളുടെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകണമോ അതോ ഒഴിവാക്കണമോ, എന്താണ് വേണ്ടത്? സത്യസന്ധമായി നിങ്ങൾ ഉപദേശിക്കുന്ന ഒരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു കാലാതീത വീഡിയോ ആയിരിക്കും, റീഡിംഗ് ആയിരിക്കും. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നമുക്ക് കാർഡുകളിലേക്ക് പോകാം. പ്രണയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാർഡ് 5 ഓഫ് വാണ്ട്സ്. അനിശ്ചിതത്വം, തർക്കങ്ങൾ, ആശയങ്ങളിൽ വ്യത്യസ്തത. തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കാം. ആശയങ്ങളുടെ വ്യത്യാസം ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, തർക്കങ്ങളുണ്ടാകാം, വാശിയുണ്ടാകാം, ഭിന്നിപ്പിൻ്റെ സ്വരമുണ്ടാകാം. അത് ആദ്യം തന്നെ കാണുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണം എന്നാണെന്ന് നമുക്ക് നോക്കാം. പ്രണയ സംബന്ധമായി നിങ്ങളുടെ ബന്ധത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകാം. അത് കൃത്യമാണ്. ഇത് ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത് അനിവാര്യമാണ്. ഇത് വഷളായാൽ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും. തീർച്ചയായിട്ടും പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും. ഈ പ്രതിസന്ധി മാറ്റേണ്ടത് നിങ്ങളുടെയോ അവരുടെയൊക്കെ ആവശ്യമാണ്. പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രതിസന്ധികൾ തീരുമ്പോൾ നമ്മുടെ ജീവിതവും തീരുമെന്ന് ചില ആളുകൾ പറഞ്ഞതായിട്ട് നമുക്ക് അറിവുണ്ട്. അതുപോലെയാണ് മുന്നോട്ട് പോകുക, ഒരുമിച്ച് പോകുക. പ്രത്യേകിച്ച് പ്രണയ സംബന്ധിയായി ആദ്യത്തെ കാർഡ് പറയുന്നതാണ്. ഈ വെല്ലുവിളികൾ താൽക്കാലികമാണ്. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക. ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. രണ്ടാമത്തത് 5 ഓഫ് പെൻറ്റക്കിൾസ്. തീർച്ചയായും നഷ്ടബോധം നിങ്ങളെ പിന്തുടരും. ആ കാർഡ് നോക്കുമ്പോൾ തന്നെ അറിയാം. നഷ്ടബോധത്തിൻ്റെ ചില നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ കാണാം. സുരക്ഷിതത്വത്തിൻ്റെ കുറവ്, നിങ്ങൾ ഭയപ്പെടുന്നു. അനുഭവിക്കപ്പെടുന്ന കഷ്ടപ്പാട് നിങ്ങളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു. പ്രതിസന്ധികളിൽ ഉലയുന്ന ഒരു വ്യക്തി മുഖം മറച്ചുകൊണ്ട് പോകുന്നതും മറ്റൊരാൾ തളർന്നു വീഴാൻ പോകുന്നതൊക്കെ ആ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. അത് നേർക്കാഴ്ചയാണ് ജീവിതത്തിൻ്റെ. പക്ഷേ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിക്കുന്ന ഒരു ഘട്ടം. നിങ്ങൾക്ക് അനുഭവങ്ങൾ നിങ്ങളെ വീർപ്പ് മുട്ടിക്കുന്നു, അനുഭവങ്ങൾ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നു. പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ നിങ്ങൾക്കാകില്ല. നിങ്ങളത് ശ്രമിക്കുകയും ചെയ്യരുത്. പരമാവധി ആവുന്നു വെല്ലുവിളികൾ. അത് തരണം ചെയ്തുകൊണ്ടുള്ള ഒരു പകൽ നിങ്ങൾക്ക് കാണാം. ഇരുട്ട് മൂടിയൊരു അന്തരീക്ഷം ഇപ്പോൾ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ അത് തരണം നിങ്ങൾ ചെയ്യും. മൂന്നാമത്തെ കാർഡ് 8 ഓഫ് കപ്സ് ആണ്. മുന്നോട്ട് പോകൽ അനിവാര്യമെന്നാണ് മൂന്നാമത്തെ കാർഡ് പറയുന്നത്. കഷ്ടപ്പാടുണ്ടാകാം. ആ വഴികൾ നോക്കിയേ. ഒരാൾ വടി കൊണ്ട് ഒരു വഴി താണ്ടി പോവുകയാണ്. അത് എളുപ്പമുള്ള വഴിയല്ല. പിന്നിലേക്കുള്ള വഴി നിങ്ങൾക്ക് നോക്കിയാലും മുന്നിലേക്കുള്ള വഴി നോക്കിയാലും എളുപ്പമല്ല. പക്ഷെ മുന്നോട്ട് പോകൽ അനിവാര്യമാണ്. പക്ഷെ കഷ്ടപ്പാടുകളുണ്ട്. പിന്മാറ്റം ഉണ്ടാകാൻ ഇടയുണ്ട്, പക്ഷെ പാടില്ല. പിന്മാറ്റത്തിന് സാധ്യതയുള്ള സാഹചര്യമാണ് മുന്നിലുള്ളത്. പക്ഷെ പിന്മാറാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ചെയ്യരുത്. കാരണം അസംതൃപ്തി നിങ്ങളെ വലയം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രണയ സംബന്ധമായ ഒരു വലിയ മുന്നറിയിപ്പായിരിക്കാം. നിങ്ങൾ ഈ ബന്ധത്തിൽ സന്തോഷവതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള ഉത്തരം ചിലപ്പോൾ വന്നേക്കാം. ചിലപ്പോൾ പുതിയൊരു തുടക്കത്തിലേക്ക് അത് വന്നേക്കാം. പക്ഷേ പിന്മാറ്റം നിങ്ങളുടെ നിഘണ്ടുവിൽ പാടില്ല. പിന്മാറാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പിന്മാറരുത്. പിന്മാറാതെ മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. പുതിയ വഴി തേടൽ നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. പുതിയൊരു വഴി നിങ്ങൾക്ക് തേടേണ്ടി വരും. അത് ആ വ്യക്തിയെ മാറ്റിക്കൊണ്ടല്ല, ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടായിരിക്കാം. ചില മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചുകൊണ്ടൊക്കെ ആകാം. അത് അനിവാര്യമാണ്. അത് ഉണ്ട്. കഷ്ടപ്പാട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നാലാമത്തെ കാർഡിലേക്ക് പോകാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. സ്ഥിരതയിലേക്ക് നിങ്ങളെത്തുന്നു.
കഷ്ടപ്പാടിൻ്റെ വഴിയിലൂടെ നടന്ന് പിന്മാറാതെ മുന്നോട്ട് പോയപ്പോൾ സ്ഥിരതയുടെ ഒരു ഇടത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. പ്രണയം മാത്രമല്ല, ജീവിതവും കരിയറും എല്ലാം കെട്ടുപിടഞ്ഞ് കിടക്കുകയാണ്. ധനസമ്പത്ത് വരാൻ പോകുന്നു. 4ാമത്തെ കാർഡ് ഒരു 4ാമത്തെ ഘട്ടമായിട്ട് നിങ്ങൾ കരുതിക്കോളൂ. ധനസമ്പത്ത് വരാൻ പോകുന്നു. സ്ഥിരമായ നയങ്ങളുണ്ടാകുന്നു. വാക്കുകൾ പലക്കുറി മാറ്റിയിട്ടുണ്ടാവാം, ജീവിതത്തിൻ്റെ നിവൃത്തികേടുകൊണ്ട്. പരീക്ഷണങ്ങളുണ്ടാവാം, കഷ്ടപ്പാടുകളുണ്ടാകാം. പക്ഷേ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പ്രണയസംബന്ധമായി നിങ്ങളുടെ പങ്കാളി ഭൗതികമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയാം. സ്നേഹിക്കാൻ മറക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ഒന്നിനു പുറകെ ഒന്നായി പല കാര്യങ്ങളും സംഭവിക്കാം. പക്ഷേ ജീവിതത്തിൽ ഭയപ്പെടരുത്, ജീവിതത്തിൽ ടെൻഷൻ അടിക്കരുത്, ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ദുഃഖവും വേണ്ട. കൃത്യമായ ഒരു ജീവിതം ഉണ്ടാവും. നിങ്ങളുടെ പങ്കാളി ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം. നിങ്ങൾക്ക് ഭൗതിക സുരക്ഷിതത്വവും ലഭിച്ചേക്കാം. ഇതിൽ ഒരല്പം ദുഃഖം നിങ്ങൾക്ക് തോന്നും, നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവും. എന്നാലും കഷ്ടപ്പാടിൻ്റെ വ്യാപ്തി കുറയുകയും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടുകയും ചെയ്യുന്നു. പങ്കാളി ചിലപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത സാഹചര്യമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ധനം കൂടുമ്പോൾ, ഭൗതികമായി മുന്നേറുമ്പോൾ. പക്ഷേ ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക. 5ാമത്തെ കാർഡ് 5 ഓഫ് കപ്സ്. നഷ്ടം, നിരാശ, കൊഴിഞ്ഞുപോയ ചില നന്മകൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചിന്തിച്ച് ഒരു കുറ്റബോധം, അതിവിടെ ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. അത് പ്രണയസംബന്ധിയാകാം, സാമ്പത്തികമാകാം. ചെയ്തതിലൊക്കെ ചില കുറ്റബോധം, അതിലിപ്പോൾ ആ വ്യക്തിക്കായിരിക്കാം. നിങ്ങളെ സ്നേഹിക്കാതെ പോയതിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടാകുന്നതാകാം. ഞാൻ ചെയ്തതൊന്നും അത്ര ശരിയായില്ല എന്നുള്ളൊരു ബോധ്യമാകാം. ഈ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടന്നില്ലെന്നൊരു ദുർബലതയുണ്ട്. ആഗ്രഹങ്ങൾ മുഴുവൻ സാധിക്കുന്നില്ല. പക്ഷെ കാർഡിൽ മുഴുവനായി നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. കണ്ടില്ലേ, 3 കപ്പ് താഴ്ന്നു കിടക്കുമ്പോൾ 2 അവിടെ പ്രതീക്ഷയായിട്ട് നേരെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓരോ കാർഡും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയുമാണ് പ്രതിദാനം ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടണ്ട എന്ന് ആ 2 കപ്പ് പുറകിൽ നിൽക്കുന്നത് കണ്ടില്ല, അത് നിങ്ങൾ കാണുന്നില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക. നമുക്ക് 6ാമത്തെ കാർഡിലേക്ക് പോകാം. 10 ഓഫ് വാണ്ട്സ്. അർത്ഥം, കഠിനഭാരം, കടം കെട്ടിയ അവസ്ഥ, സമ്മർദ്ദം. നിങ്ങൾ വലിയ സമ്മർദ്ദത്തിലേക്ക് പോകുകയാണ്. പ്രണയസംബന്ധിയായിട്ടൊരു തീരുമാനം എടുക്കുന്നതിലായിരിക്കാം. ആ സമ്മർദ്ദം നിങ്ങളെ തീർച്ചയായിട്ടും പിന്തുടരുന്നുണ്ട്. ഒരു വിഷമം, ദുഃഖം, മനസ്സിൽ പ്രണയസംബന്ധമായിട്ടൊരു ദുഃഖം ഉണ്ടായിരിക്കുന്നു. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമാകാം. വളരെ ഭാരമേറിയതായിട്ട് തോന്നുന്നു. എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തിട്ടും എല്ലാം സഹിച്ചിട്ടും കുറ്റബോധത്തോടെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ മാത്രമായി ആളുകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ടു. കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും തോളിൽ വഹിച്ചൊരു വ്യക്തിയെ കാണുന്നില്ലേ? എല്ലാവർക്കും നൽകി, പക്ഷെ തനിക്ക് മാത്രം ഒന്നും ലഭിച്ചില്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ ചുമലിൽ വന്നു. എല്ലാ ഉത്തരവാദിത്തങ്ങളും. അങ്ങനെ അപ്പോഴും സ്നേഹിച്ചവർക്കൊന്നും നന്ദി കാണിക്കാതെ സ്നേഹിച്ചവരൊക്കെ കടന്നുപോയി. എപ്പോഴും ദുഃഖിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിച്ചു പോവുക. നിങ്ങൾക്ക് സ്നേഹിക്കാൻ ആത്മാർത്ഥത തോന്നിയവരോട് നിങ്ങൾ സ്നേഹിക്കുക. അവരിൽ നിന്ന് എന്ത് കിട്ടുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. അതൊരു ആത്മസംതൃപ്തിയാണ്. ഇവരൊക്കെ തിരിച്ചു വന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.